Hi dears, today's our topic is Cnidaria. Cnidaria important feature is Cnidocil, polyp and medusa. നമ്മൾ ആ ടേബിളിൽ പഠിച്ചതാണ്. And the other one blind sac body plan with radial symmetry. Okay, ഇവിടെ നമ്മൾ കാണുന്നു ഒരു എക്സാമ്പിൾ that is Hydra with tentacles attaching to a space. Now the general features. ഹാബിറ്റാറ്റ് എവിടെയാണ് ഇതിനെ കാണുക? ദാറ്റ് ഈസ് ദ മോസ്റ്റ്ലി ലൊക്കേറ്റഡ് ഇൻ സീ വാട്ടർ. ദാറ്റ് ഈസ് വൈ മെറൈൻ. വെരി ഫ്യൂ ഫ്രഷ് വാട്ടർ ഫോംസ് പ്രസൻറ്റ്. എക്സാമ്പിൾ ഹൈഡ്ര. അപ്പോൾ ഹൈഡ്ര യു ആർ ഫെമിലിയർ. ആൻഡ് ദിസ് വൺ ഈസ് സീ അനിമോൺ. ഈസ് എ മെറൈൻ സീലൻഡറേറ്റ് ഓർ നിഡേറിയ. ദെൻ ഹാബിറ്റ്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ദേ ആർ എക്വാട്ടിക്. നമ്മൾ പറഞ്ഞു ഒന്നുകിൽ കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലാണ് കാണുക. അപ്പോൾ ദേ ആർ എക്വാട്ടിക്. ദെൻ സെഡൻറ്ററി ഓർ ഫ്രീ സ്വിമ്മിങ്. 2 ടൈപ്പ് ഫോംസ്. സെഡൻറ്ററി എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് കാണാം. കണ്ടോ, റോക്സിലോ അങ്ങനെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കാണും. അല്ലെങ്കിൽ ചില ഫോംസ് ഫ്രീ സ്വിമ്മിങ്, ജെല്ലി ഫിഷ് പോലെ. ചില ആൾക്കാർ ഫ്ലോട്ടിങ് ഫ്രീ സ്വിമ്മിങ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. ഹിയർ മസിൽസ് ആൻഡ് നെർവ് ടിഷ്യൂസ് ആർ എക്സാമ്പിൾസ്. മസിൽ നെർവൊക്കെ ഇതിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെൽസ് ജോയിൻ ചെയ്ത് ടിഷ്യൂ ആയിട്ടുണ്ട് എന്നർത്ഥം. ദെൻ നമ്മൾ ഹൈഡ്രനെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. നെറ്റ്വർക്ക് ഓഫ് നെർവ് സിസ്റ്റം പ്രസൻറ്റ് ഇൻ ഹൈഡ്ര. അപ്പോൾ നെർവ് ടിഷ്യൂസ് ആർ ഫോംഡ്. ആദ്യമായിട്ട് നെർവ്സ് ഫങ്ഷൻ ഉണ്ടാവുകയും ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത ആനിമൽ ഗ്രൂപ്പാണ് നിഡേറിയ. ദെൻ സിമെട്രി. സിമെട്രി ഈസ് റേഡിയലി സിമെട്രിക്കൽ. എന്ന് വെച്ചാൽ വാട്ട് ഈസ് സിമെട്രി? ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെൽസ്. And the distribution is like that the body can divide it into 2 equal halves through any radial plane. ഈ റേഡിയൽ പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഈ റേഡിയൽ പ്ലെയിനിൽ കൂടെ മുറിച്ചാലും ഇറ്റ് പ്രൊഡ്യൂസ് 2 equal halves. That is mirror image is obtained through radial plane. ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി. സെൽസ് അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്. നൗ ദ ബോഡി പ്ലാൻ. ബോഡി പ്ലാൻ മീൻസ് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. ഡെഫിനിഷൻ ഓഫ് ബോഡി പ്ലാൻ ചോദിച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്. വിച്ച് ടൈപ്പ് ബോഡി പ്ലാൻ പ്രസന്റ് ഇൻ നിഡേറിയ? ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. ഹിയർ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് എ സാക്ക് ലൈക്ക് ഇന്റേണൽ സ്ട്രക്ചർ. ഇതിൻ്റെ ഉള്ളിൽ ഒരു സഞ്ചി പോലെ ഒരു സ്ട്രക്ചർ ഉള്ളിൽ. അങ്ങനെയാണ് ഇതിൻ്റെ പുറത്ത് സെൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. സെൽസ് ആർ അറേഞ്ച്ഡ് വിത്ത് എ സാക്ക് ലൈക്ക് ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ദിസ് സ്ട്രക്ചർ ഹാസ് ഓൺലി സിംഗിൾ ഓപ്പണിംഗ്. അപ്പോൾ ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി ഓർ സീലെൻഡറോൺ ഓർ ഗ്യാസ്ട്രോസീൽ, അങ്ങനെയൊക്കെ അതിനെ പറയും. അപ്പോൾ ഈ ക്യാവിറ്റി ഈസ് ദ ഇന്നർ ക്യാവിറ്റി ഇൻ ടു വിച്ച് ദ ഫുഡ് ഈസ് ഇൻജസ്റ്റഡ് ബൈ സം ടെൻഡക്കിൾസ് വിച്ച് ഈസ് സീൻ അറ്റ് ദ സറൗണ്ടിങ്സ് ഓഫ് മൗത്ത്. അപ്പോൾ ഈ ഫുഡ് പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇറ്റ് ഈസ് ഡൈജസ്റ്റഡ് വിത്തിൻ ദിസ് ഗ്യാസ്ട്രോസീൽ. എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുത്തിട്ട് the undigested material eliminated out through the same opening. That is, it's a digestive tract has single opening for taking in the food as well as passing out the waste. That is only single opening present. If the digestive tract has single opening, the arrangement of cell like this is called blind sac ബോഡി പ്ലാൻ. ബ്ലൈൻഡ് സാക്ക്. കണ്ണ് കാണാത്ത ഒരാൾ ഇതിനകത്ത് കയറിയ ഒരു ബുദ്ധിമുട്ടില്ല പുറത്തേക്ക് പോകാനും. എന്താണെന്ന് വെച്ചാൽ ആകെ ഒറ്റ ഓപ്പണിങ്ങല്ലേ ഉള്ളൂ.
Then body condition. What is body condition? That is the body wall consists of how many layers? How many layers? Two layers, ectoderm and endoderm. Ectoderm, endoderm. Hence only two layer. Then which is the condition? That is diploblastic body condition. Diploblastic body condition. Between ectoderm and endoderm, there is a jelly-like mesoglea. Then, next point, body cavity. You can see there is no body cavity in between the cells. ഈ സെല്ലുകളുടെ ഇടയിലൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ ബോഡി ക്യാവിറ്റി ഇല്ല, നോ ഫ്രീ സ്പേസ്. ഹെൻസ് ദീസ് ടൈപ്പ് ആനിമൽസ് ആർ നോൺ ആസ് എസിലോമേറ്റ് ആനിമൽസ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, the tentacles. What are tentacles? They are finger-like projections seen around the mouth. And what is the function of tentacle? Capture food particle and ingest them into the gastrocele. ഇനി ഗ്യാസ്ട്രോസീലിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? The lining cells, endodermal cells, secrete certain juice into this cavity. And the food particles are ingested here, digested here. Then the digested food material again absorbed into these cells and continue further digestion within the cell. Then we can say digestion takes place partly in the gastrocele and partly in the endoderm. Then extracellular and intracellular digestion present in nidaria. The next point, nidoblast. ഇതാണ് ഈ ഫൈലത്തിൻ്റെ പേര് തന്നെ വന്നത് ഈ വേർഡിൽ നിന്നാണ്. നിഡോബ്ലാസ്റ്റ് ഉള്ള ജീവികൾ, നിഡേറിയ. ദേ ആർ സ്റ്റിങ്ങിങ് സെൽസ് ഓൺ ടെൻറ്റക്കിൾസ്. ഈ ടെൻറ്റക്കിളിൻ്റെ മീതെ കാണുന്ന ഒരു ടൈപ്പ് സെല്ല, സ്റ്റിങ്ങിങ് സെൽസ് ഓൺ ദ ടെൻറ്റക്കിൾ. ഈ സെല്ലിൽ ഒരു പോയിസൺ ക്യാരി ചെയ്യുന്ന സാക്കിലേക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേര് നെമറ്റോസിസ്റ്റ് എന്നാണ്. നെമറ്റോസിസ്റ്റ്. ഈ നെമറ്റോസിസ്റ്റിൻ്റെ അറ്റത്ത് നിന്ന് ഒരു ഫിലമെന്റ് സ്ട്രക്ചർ കാണാം നിങ്ങൾക്ക്. ആ ഫിലമെന്റ് സ്ട്രക്ചർ യൂഷ്വലി കോയിൽഡ് ആൻഡ് റിമെയിൻഡ് ഇൻ ദ നെമറ്റോസിസ്റ്റ്. ബട്ട് വെൻ ട്രിഗേർഡ്, അതായത് ഏതെങ്കിലും ഒരു പ്രേയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിഡേറ്ററോ അടുത്ത് വന്നാൽ ഇതിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ ചാട്ടവാറ് പോലെയുള്ള ഈ ഫിലമെന്റ് സ്ട്രക്ചർ, it just triggered and it inject the poison with that structure. അപ്പോൾ ആ prey or predator get paralyzed. ആ പാരലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാമല്ലോ പെട്ടെന്ന്, if it is a prey. മറ്റേതാണെങ്കിൽ ഇതിന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാം. അതാണ് ഇവരുടെ സൂത്രം. അപ്പോൾ the nematocist is the poison carrying capsule-like structure present in the nidoblast. And the nidoblast are the organ of offense and defense, capture prey and also help for anchorage. കാരണം ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിൻ്റെ ടിപ്പിൽ ഒരു ഹുക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതിന് വല്ല ഇലയുടെയോ ടിഗിൻ്റെ മീതിയോ ഒക്കെ ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സ്ട്രക്ചർ. അതുകൊണ്ടാണ് ആങ്കറേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫങ്ഷനൊക്കെ ആരുടെ പണിയാ? നിഡോബ്ലാസ്റ്റ്. Nidoblast a poison carrying cell as well as help for anchorage. Then the next feature, polyp and medusa. എന്താണത്? They are two basic body forms. ഒരവസ്ഥയാണ്, ജീവിതത്തിലെ രണ്ട് അവസ്ഥകളാണ് പോളിപ്പ് ആൻഡ് മെഡൂസ. നമ്മളൊരു കുഞ്ഞ് മുട്ടിലഴഞ്ഞ് നടക്കും, പിന്നെ നടന്നു തുടങ്ങും എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഈ നിഡേറിയയ്ക്ക് അവരുടെ ജീവിതത്തിൽ രണ്ട് സ്റ്റേജുകൾ കാണും, പോളിപ്പും മെഡൂസയും. ഈ രണ്ട് സ്റ്റേജും വ്യക്തമായി ഒരേ ജീവിയിൽ തന്നെ കാണുന്നതിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഒബീലിയ. ഇത് ലാസ്റ്റ് ഒബീലിയ. ഇത് വളരെ മൈക്രോസ്കോപ്പിക്കായ ഒരു ആനിമലാണ് കേട്ടോ. ഇത് എവിടെയെങ്കിലും വല്ല പാറയിലൊക്കെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളരും ഈ ഒബീലിയ. അതിങ്ങനെ വളരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന്
ഈ ഒരു അവസ്ഥയിൽ ഇത് പറ്റിപ്പിടിച്ച് വളരുമ്പോൾ ഇതിൻ്റെ അവസ്ഥയ്ക്ക് ഈ ഒബീലിയയുടെ പേര് പോളിപ്പ് എന്ന സ്റ്റേജാണ്. ദ പോളിപ്പ് സ്റ്റേജ് ഓഫ് ഒബീലിയ. In the polyp stage of obelia, it reproduces by a sexual method and produce certain structure called medusa. അപ്പം മെഡൂസ എന്നൊരു സ്റ്റേജ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും ബൈ asexual reproduction. That medusa freely float in water and it later produce two type of gametes, sperm and ovum. കാരണം മെഡൂസ മെയിൽ മെഡൂസ ഫീമെയിൽ മെഡൂസയും കാണും. അപ്പം ഇതിൽ നിന്ന് സ്പേമും ഓവവും ഉണ്ടാവും. ആൻഡ് ദേ യുണൈറ്റഡ് ആൻഡ് forming into a larva. Then it is reach into a substratum for attachment. Again forms into the polyp. അപ്പോൾ ഈ പോളിപ്പിൽ നിന്ന് മെഡൂസ ഉണ്ടാവും. മെഡൂസയിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടായി ഫെർട്ടിലൈസ് ചെയ്ത് വീണ്ടും പോളിപ്പ് ഉണ്ടാവും. Then polyp is again this cycle repeat. അപ്പോൾ from polyp medusa, from medusa polyp by alternation of asexual reproduction and the sexual reproduction. അപ്പോൾ in a life cycle of obelia, there we can see two life cycles are repeated, asexual and sexual. They are alternately takes place. And this particular phenomenon is called metagenesis or alternation of generation. This is occur only certain forms of obelia, especially certain form of Cnidaria, especially obelia. Obelia വളരെ ഒബീഡിയൻ്റ് ആയിട്ട് മെറ്റാജെനിസിസ് കാണിക്കുന്നു എന്നോർത്താൽ മതി. ഒബീലിയ. അപ്പം നമ്മൾ രണ്ട് ലൈഫ് ഫോംസ് ഇവിടെ പഠിച്ചു, പോളിപ്പ് ഫോമും മെഡൂസ ഫോമും. എന്നാൽ ചില നിഡേറിയയിൽ പോളിപ്പ് ഫോം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നേരവും കാണിക്കുക. ചിലവരാണെങ്കിൽ ഓൺലി സീ എക്സിബിറ്റ് ദ മെഡൂസ ഫോം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദേ ആർ സിലിണ്ടറിക്കൽ. ആര്? പോളിപ്പ്. പോളിപ്പ് സ്റ്റേജ് സിലിണ്ടറിക്കൽ ആയിരിക്കും ഷേപ്പ്. ആൻഡ് സെസൈൽ, സെഡൻഡറി, എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുക. അതിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ദെയർ ടെൻഡക്കിൾ ഫേസിങ് അപ്വേർഡ്സ്. ആൻഡ് വിച്ച് ടൈപ്പ് റീപ്രൊഡക്ഷൻ? ദേ റീപ്രൊഡ്യൂസ് asexually during this time, the polyp stage. Okay, ഇതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. ആൻഡ് ഹിയർ ദാറ്റ് മെഡൂസ, പോളിപ്പിൽ നിന്നാണ് മെഡൂസ ഉണ്ടാവുക. പോളിപ്പിൽ നിന്നാണ് മെഡൂസ ഉണ്ടായത്. And medusa is a freely floating umbrella-shaped structures, the tentacles facing downwards, and they produce sexually and resulting sperm and ovum. Okay. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ കാലവും പോളിപ്പ് കാണിക്കുന്നതിന് ഉദാഹരണം പറഞ്ഞ ഹൈഡ്ര, ആഡംസിയ, സി അനിമോൺ. സി അനിമോണിൻ്റെ വേറെ പേരാണ് ആഡംസിയ. ദെൻ ദിസ് വൺ ജെല്ലി ഫിഷ്, വളരെ ഫെമിലിയർ ആയ ടേമല്ലേ ജെല്ലി ഫിഷ്. അതിൻ്റെ വേറെ ഒരു പേരാണ് ഒറീലിയ, ഒരു സയൻറ്റിഫിക് നെയിമാണ്. ജെല്ലി ഫിഷ് അതിൻ്റെ ഒരു കോമൺ നെയിമാണ്, ജെല്ലി ഫിഷ്. ദെൻ അനദർ വൺ ഫൈസാലിയ. ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, നൗ വൺ മോർ പോയിന്റ്, ദ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാലും ഒന്നുകൂടി പറയണമെന്നേ ഉള്ളൂ. Reproduce asexually and sexually. Asexual method by budding. ബഡ്ഡിങ് കാണിക്കുന്നതിന് നല്ലൊരു എക്സാമ്പിളാണ് ഹൈഡ്ര. അതിൻ്റെ ബഡ്ഡിങ് നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും. ബഡ്ഡിങ് ഇത് ഇവിടെ നിന്ന് പോന്ന്, പിന്നെ ഇവിടെ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തു വന്ന് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് പുതിയ ജീവിയായി വളരും. ദറ്റ് ഈസ് ബൈ ബഡ്ഡിങ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ ബൈ പ്രൊഡക്ഷൻ ഓഫ് ഗാമിറ്റ്സ്. ഇതും സെക്ഷൽ റിപ്രൊഡക്ഷൻ കാണിക്കും, പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് ഒബീലിയയുടെ ഒരു പിക്ചറാണ്. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷനും ഇതിൽ കാണാം, അസെക്ഷൽ റിപ്രൊഡക്ഷനും ഒരേ ജീവിയിൽ തന്നെ വളരെ വ്യക്തമായി കാണുന്ന ഒരു നിഡേറിയാണ് ഒബീലിയ. സ്പേംസ് ആർ എഗ്സ് ആർ റിലീസ്ഡ് ഇൻ ടു വാട്ടർ അല്ലേ. ഈ
ഇവിടെ വ്യക്തമായി കാണാം അത് സ്പേംസ് ആൻഡ് ഓവംസ് ആർ റിലീസ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുക? ഔട്ട്സൈഡ് ദ ബോഡി. അതുകൊണ്ട് എക്സ്റ്റേണൽ. ഇനി ഈ എഗ്സ് ഹാച്ച്ഡ് ഇൻ ടു എ ലാർവ, അതിൻ്റെ പേര് പ്ലാനുല എന്ന് പറയും. ഈ ലാർവ സ്റ്റേജ് ഉള്ളത് കൊണ്ട് വിച്ച് ടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ്. കറക്ഷൻ. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ്. ദെൻ സം എക്സാമ്പിൾസ്. എന്തൊക്കെ എക്സാമ്പിൾ? നിഡേറിയയിലെ ഒരു 6 or 7 എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ പിക്ചേഴ്സും ഈ പേരും കോറിലേറ്റ് ചെയ്ത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ആഡം സിയ, ദ നിക്ക് നെയിം ഈസ് സി അനിമോൺ. കണ്ടോ? സീ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയും അതിനെ. കടലിലെ പൂക്കൾ പോലെ ഇരിക്കുന്നില്ലേ അത്. ആൻഡ് ദിസ് ഈസ് മിയാൻഡ്രിന. ഇത് ഒരു ബ്രെയിൻ കോറൽ എന്ന് പറയും. കോറൽസ് ആണ്. കോറലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ടിപ്പിലും ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ ഓരോ പൊന്തി പൊന്തി നിൽക്കുന്ന ഓരോ സ്ട്രക്ചർ കണ്ടോ? അതിനകത്തൊക്കെ ഈ പോളിപ്പ് സ്റ്റേജിലുള്ള ഈ ആനിമൽ ഉണ്ടാവും. ഒരു ജീവി അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ജീവി ഒക്യുപ്പൈ ചെയ്ത കാൽസ്യം കാർബണേറ്റ് ഷെല്ലിൻ്റെ മീതെ അടുത്ത ജീവി ഉണ്ടാവും. അങ്ങനെ അങ്ങനെ സ്ലോലി ഇതിങ്ങനെ എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കോറൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പവിഴപ്പുറ്റുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ പവിഴപ്പുറ്റ് നമ്മളുടെ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് പവിഴപ്പുറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് കാണിക്കുന്നത്. പവിഴപ്പുറ്റ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനടുത്ത് തന്നെ നമ്മളുടെ ലോകം എക്സ്റ്റിങ്റ്റ് ആയി തുടങ്ങി എന്നാണ്. വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ജീവികളാണ് പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽസ്. 2 തരം പവിഴപ്പുറ്റുകൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, മിയാൻഡ്രിന ബ്രെയിൻ കോറൽ. നോക്കൂ, ഇതിനെ കാണുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു പൂ നിൽക്കണ പോലെയൊക്കെ തോന്നില്ലേ? പാമ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലല്ലേ? പെന്നാറ്റുല അല്ലെങ്കിൽ സീ പെൻ എന്ന് പറയുന്ന ഒരു നിഡേറിയാണിത്. ഒരു ആനിമലാണ്, പൂന്നല്ല കേട്ടോ. ഈ ഓരോ ഭാഗത്തും ടെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. ഹിയർ അനദർ സെഡൻറ്ററി അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറൊരു നിഡേറിയാണ്. പേര് ഗോർഗോണിയ അല്ലെങ്കിൽ സീ ഫാൻ. ഒരു ഫാൻ്റെ പോലെ കാണുമ്പോൾ. ഓക്കെ. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ, ഫൈസാലിയ ഓർ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇത് ഒരു കോളനി ആയിട്ടാണ് കാണുക. ഇതിൻ്റെ ഈ മോൾ ഭാഗം കണ്ടോ? ഇതൊരു ന്യൂമാറ്റോഫോർ എന്ന് പറയും. ഇതിൽ എയർ ഒക്യുപ്പൈ ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂള് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫ്ലോട്ട് ചെയ്യാൻ നല്ല സുഖമാണ്. ഈ ന്യൂമാറ്റോഫോർ ക്യാപ്പിൻ്റെ താഴെ അതിൻ്റെ ടെൻറ്റക്കിൾസും ഗ്യാസ്ട്രോ ആസ് വെൽ ആസ് ഗോണോസൂയിഡ്സ് ഒക്കെ കാണും. റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതേപോലെ ഇതിൻ്റെ ഡിഫെൻസീവ് ഓർഗൻസ് ഒക്കെ ഇതിൻ്റെ താഴെ കാണും. മൗത്തും എല്ലാം ഇതിൻ്റെ താഴെ കാണും. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ഫ്ലോട്ട് ചെയ്ത് നടക്കും. അപ്പോൾ ഇതിനെ പണ്ട് കണ്ടെത്തിയപ്പോഴേ ഈ എന്താണ് വല്ല പട്ടാളക്കാരുടെ തൊപ്പിയെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് ഈ ഒരു ജീവിനെ പറയുന്നത്, ഫൈസാലിയ. വളരെ പോയിസണസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫൈസാലിയ പറയുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് വരുന്നത് ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. അതിൻ്റെ വേറെ പേരാണ് കേട്ടോ, ഒറീലിയ ജെല്ലി ഫിഷ്. ഓക്കെ. ഇത് സാധാരണ മെറൈനാണ്, പക്ഷേ ഇതിനും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ഡിറ്റക്റ്റേഴ്സ് ആയിട്ട് ജെല്ലി ഫിഷിനെ പറയും. ഈ അടുത്ത കാലത്ത് ജെല്ലി ഫിഷ് കടലിൽ നിന്ന് അവർ എന്താണ് കായലിലേക്ക്, ബാക്ക് വാട്ടർ പറയില്ലേ, എസ്റ്റുറീസൊക്കെ, അവിടേക്ക് കയറി വരികയാണ് ഇവർ. കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ
ഉൾപ്രദേശങ്ങളിൽ. എന്താ കാരണം? സാലിനിറ്റി അവിടെ കൂടി കൂടി വരുന്നു എന്നുള്ളതിന് തെളിവ്. അതായത് ഒരു ക്ലൈമാറ്റിക് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്, അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ നടക്കുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസസ് ആയിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് ഒറീലിയ ജെല്ലി ഫിഷിന്. ഒരു പോയിസണസ് സ്ട്രക്ചറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇതിനെ കൈകൊണ്ടൊക്കെ എടുത്താൽ ചിലപ്പോൾ കടൽ തീരത്തൊക്കെ ഇതിങ്ങനെ അടിഞ്ഞു കൂടിയേക്കണൊക്കെ കാണാം. അപ്പോൾ അത് പോയി പിടിക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചു, കുറേ ഫീച്ചേഴ്സ് പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് ഫൈലം നിഡേറിയയുടെ എന്താണ്? നിഡോസിൽ, നെമറ്റോസിസ്റ്റ് അടങ്ങിയ നിഡോസിൽ. ഓക്കെ. പിന്നെ രണ്ട് ഫീച്ചർ നമ്മൾ പറഞ്ഞു, പോളിപ്പും മെഡൂസിൽ. കണ്ട ഈ ഒറീലിയ അതിൻ്റെ കൂടുതൽ സമയവും അതിങ്ങനെ മെഡൂസ സ്റ്റേജിലാണ് കാണുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നിഡേറിയ.